നിന്റെ വീഡിയോ ഐശ്വര്യമായിട്ട് എന്റെ മുഖം വെച്ച് തുടങ്ങിയോണ്ട് അടിപൊളിയായിട്ടുണ്ട്. രണ്ടാം ഭാഗവും ആദ്യം തന്നെ എന്റെ മുഖത്തിലായിക്കോട്ടെ തുടങ്ങുന്നത്. നല്ല രസമുണ്ട് ഗൈസ്. നമ്മൾ എവിടെ എത്തി? ചേച്ചി? കൊച്ചെത്തി. ഹലോ ഗൈസ്, വെൽക്കം ടു തായ്ലാൻഡ്. തായ്ലാൻഡ് വ്ളോഗില് അല്ല, സോറി അതല്ലല്ലോ, വെൽക്കം ടു ബാങ്കോക്ക് അല്ലേ ഇത് അല്ലെ. നമ്മുടെ കട്ടില്ല, നമ്മുടെ വ്ളോഗ്സിൽ അങ്ങനെ കട്ടില്ല. അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കട്ടുള്ളൂ. ആൻഡ് നമ്മളിപ്പോൾ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പുൽമാൻ ഹോട്ടലിലാണ് എടുത്തേക്കുന്നത്. ഇറ്റ്സ് ഇൻ സിലോം. സിലോം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കോക്കിലൊരു സിറ്റിയാണ്. ഉറക്കം വളരെ കുറവായതിൻ്റെ ഒരു ലക്ഷണങ്ങളും ഈ മുഖത്തില്ല. അതെ കണ്ടിട്ടില്ല. എന്താടാ ചേച്ചിട്ട് നമ്മൾ കുറച്ച് ഐസ്ക്രീം വാങ്ങിക്കാന്ന് വിചാരിച്ചു ഗൈസ് അറ്റ് 7-Eleven. വെരി നൈസ്. ഫിറ്റാറ്റും തണുപ്പിച്ച് വെച്ച് ആ വേഫറിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ട്. വെരി ഗുഡ്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ലഞ്ച് കഴിച്ചു. ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഏർലി ഡിന്നർ കഴിച്ച പോലെയാണ്. നമ്മളിനി ഹോട്ടലിലേക്ക് നടക്കുവാണ് കഴിച്ചു. എന്താണ് കഴിച്ചു നമ്മുടെ ഹോട്ടൽ. നമ്മളിത് അവിടെ നിന്ന് കഴിച്ചു. വെയിറ്റിംഗ് ഫോർ ദ സിഗ്നൽ ടു ടേൺ ഗ്രീൻ. എന്താണ് എനിക്കൊന്നും പറയാല്ല ഗൈസ്. ഇറ്റ്സ് ലൈക്ക് എ വെരി നൈസ് ഈവനിങ്. നമ്മളിന്ന് സ്കൈ റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് വെച്ചിട്ടാണ്. റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ്. ദിസ് ഈസ് ആർ റൂം ഇൻ പുൽമാൻ. നമ്മുടെ ബാത്റൂം, നമ്മുടെ ബെഡ് ആൻഡ് ദ ബെസ്റ്റ് തിങ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഐ ആം ജസ്റ്റ് ലെറ്റ്സ് ഗോ. ദിസ് ഈസ് വെൽക്കം ടു ബാങ്കോക്ക് സ്കൈലൈൻ. It is so pretty. എനിക്കറിയില്ല if my camera is actually doing justice to the view here, but it is just too pretty. കുറച്ചുകൂടി രാത്രിയൊക്കെ കുറച്ചുകൂടി വേറൊരു വൈബ് തന്നെയായിരിക്കും. And this is just the beginning of Bangkok. It's just Bangkok skyline. ഒന്നും പറയാനില്ല. Like lots of words. Just look at that color emulsion happening right there. It's amazing. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോവാണ്. It's a rooftop restaurant. So yeah, let's just go and do it off guys. അപ്പോൾ ഡ്രസ് ചെയ്ത് റെഡി ആയിട്ട് വരാം ഗൈസ്. ഓക്കെ. ഗൈസ് ആ അറ്റത്ത് കാണുന്നതാണ് ഗ്രാൻഡ് പാലസ്. ഇന്ന് ഇവിടെ ക്വീൻ മരിച്ചതിൻ്റെ മോർണിംഗ് ഡേ ആണ്. അതുകൊണ്ട് ദാറ്റ് വുഡ് ബി ക്ലോസ്ഡ്. 7-day മോർണിംഗ് പീരീഡ് ഉണ്ട്. സോ ഗ്രാൻഡ് പാലസ് ക്ലോസ്ഡ് ആണ്. ബിക്കോസ് അവിടെയാണ് സെറമണി മൊത്തം നടക്കുക. So pretty. No. Guys, ഇതാണ് ഗ്രാൻഡ് പാലസ്. ഗ്രാൻഡ് പാലസ് ഇന്ന് ക്ലോസ്ഡ് ആണ്. വി കാൻ ഗോ ഇൻ ഓർ എനിത്തിങ് ബിക്കോസ് കിങ്ങിനെയും ക്വീൻ്റെയും ഫാമിലീസ് ഒക്കെ മൊത്തം ഇവിടെ ആയിരിക്കും. ആൻഡ് ഓൾ ഓഫ് ദം ആർ ദേർ ഇൻ ദ മോർണിംഗ് പീരിയഡ്. നമ്മളപ്പോൾ ഇവിടെ ഓൾഡ് ടൗണിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് ഓൾഡ് ടൗണിലാണ് ഗൈസ്. ഓൾഡ് ടൗണിലാണ് നമ്മളുടെ പണ്ട് ദിസ് വാസ് ദ എന്താ പറയുക സിറ്റി where kings and queens all lived, and you know they have their like a royal degree ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു സ്ഥലമായിരുന്നത്. സോ നമുക്ക് കുറച്ച് ഹിസ്റ്ററി ഓഫ് ബാങ്കോക്ക് ആൻഡ് തായ്ലൻഡ് ഒക്കെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാണുള്ളത്. ബിക്കോസ് ഇന്ന് കുറച്ച് തിരക്കേറിയ ദിവസമാണ്. ബിക്കോസ് ഇറ്റ്സ് എ സാറ്റർഡേ ആൻഡ് ബിക്കോസ് ഇറ്റ്സ് എ മോർണിംഗ് ഡേ. അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ഇതിന് കുറേ പോലീസ് ഓഫീസേഴ്സൊക്കെ ഉണ്ട്.
അപ്പോൾ നോക്കണം എന്താണ് സംഭവം എന്നുള്ളത്. ഗൈസ് ഫോട്ടോ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദ മോർണിംഗ് വീക്ക് ആൻഡ് നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല സൂപ്പർ വെയിലാണ്. ഇറ്റ്സ് ആക്ച്വലി ഹിറ്റിംഗ് റിയലി ബാഡ്. മിക്കതും എനിക്കൊരു സൺബേൺ കിട്ടാനുള്ള എല്ലാ ചാൻസ് ഉണ്ട്. പക്ഷേ ദ പ്ലേസ് ഇസ് ജസ്റ്റ് സോ പ്രിറ്റി. കാണാനുണ്ടോയെന്ന് എനിക്കറിയില്ല ഗൈസ്, കാരണം കണ്ണ് കാണാനില്ല, അത്രയും വെയിലുണ്ട്. പിന്നെ കുറേ സ്ഥലത്തൊന്നും വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദ എന്താ പറയുക, ഈ ഒരു നമ്മളിത് റെസ്പെക്റ്റ് ചെയ്യണമല്ലോ, അതിൻ്റേതായ ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ നോക്കി കണ്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത്. കാരണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഐറ്റിനറി ഇല്ലാത്തൊരു സ്ഥലം, പോലീസ് സ്റ്റേഷനും കൂടി കാണേണ്ടി വരും. താല്പര്യമില്ല അതിന്, അതുകൊണ്ടാണ്. എൻ്റെ ആഗ്രഹം സാധിച്ചു. നമ്മൾ നമ്മൾ ലേഡീസ് എല്ലാവരും ഇവിടെ ഹായ് പറയൂ. ഒരു അപ്ഗ്രേഡഡ് ഓട്ടോറിക്ഷ റൈഡ് പോലെ ഉണ്ട് ഗൈസ്. മൊത്തത്തിൽ അതിൻ്റെ ഇതിൽ കൂടെ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓ, ഇത് നമ്മൾ പറഞ്ഞ സംഭവം ജയന്റ് സ്വിംഗ് എന്നാണ് ഗൈസ് ഇതിനെ പറയാ. പണ്ട് ഇവിടെ എന്തായെന്ന് വെച്ചാൽ ഒരു പൈസ അപ്പുറത്ത് തൂക്കിയിടുമായിരുന്നു, എന്നിട്ട് ഇതിനുള്ള സ്വിംഗ് ചെയ്തിട്ട് ആ പൈസ എടുക്കണം. പിന്നെ എത്രയോ കാലം കഴിഞ്ഞപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു, കാരണം കുറെ ആൾക്കാർ മരിക്കുന്നു, പിടിക്കുന്നു, അങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് പർപ്പസേ നിർത്തി. പിന്നെ ഇപ്പോൾ കയറിയിരിക്കുന്നത് ഒരു പാഡ് തായ് മാത്രം സെർവ് ചെയ്യുന്ന ഒരു കഫേയിലാണ്. ഇറ്റ്സ് വെരി ഫേമസ്. ഇവിടെ ഭയങ്കര മൂവിങ് ആണ്. ഇവിടെ ഗ്ലാസ് നൂഡിൽസും സാധാ നൂഡിൽസും ഒക്കെ ഉണ്ട്. പാഡ് തായ് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. ഫ്രഷ് ലൈം ജ്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി ഇച്ചിരി സോഡയും ഷുഗറൊക്കെ തന്നാൽ നമ്മൾ തന്നെ ജ്യൂസ് ഉണ്ടാക്കുന്നതായിരിക്കും. ചായ ഹിറ്റാവാൻ വേണ്ടി ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്. അതെ, തായ് മിൽക്ക് ടീ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അതെ. പിന്നെ നമുക്കിവിടെ ആയുധങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഗൈസ്. ഇത് യൂസ് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ. നടന്ന തന്നെ. ആൻഡ് ഇഫ് യു സീ ഓവർ ഹിയർ, ഇവിടെ എഴുതിയിട്ടുണ്ട് ഹൗ ടു ഈറ്റ് പാഡ് തായ്. ദിസ് ഇസ് ഹൗ യു ഈറ്റ് പാഡ് തായ് എന്ന് അവിടെ ആക്ച്വലി എഴുതിയിട്ടുണ്ട്. പിന്നെ പല ടൈപ്പ് പാഡ് തായ് എങ്ങനെ കഴിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സോ ദിസ് പല ടൈപ്പ് പാഡ് തായ് എങ്ങനെ കഴിക്കണം എന്ന് അവർ എഴുതിയിട്ടുണ്ട്. എക്സാക്ട്ലി. ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ ഒരു കിടപ്പ് മനസ്സിലാവുന്നത്. അതെ, നമ്മള് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒത്തന്റിസിറ്റിയിൽ കഴിക്കണം. ഈ ശ്വേത ഫോർക്കൊക്കെ ചോദിച്ച് കണ്ടില്ല, അല്ല ഇലയൊന്നുമില്ല, അത് കിട്ടി ഗൈസ്. ഞാൻ ഇത് നട്ടുവിന് ഫീഡ് ചെയ്യുന്നതായിരിക്കും. എത്തുന്നില്ലേ? സൂപ്പർ അല്ലേ? ഞാൻ തന്നെ കേട്ടോ. ഇതെന്തായിരുന്നു സാധനം? ഇതെന്തായിരുന്നു ആക്ച്വലി? ഓ, കിട്ടുന്നില്ല ഗൈസ്. ശ്വേത അവിടെ ആംഗ്ലോ ഇന്ത്യയിലായി. അങ്ങനെ തോറ്റു പോവില്ല ഞാൻ. കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അടുത്ത പെട്ടെ. പിന്നെ അവര് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ഗസ്റ്റ് അങ്ങ് വന്നു. ആര്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്നു. പിന്നെ എങ്ങനെയാ ചേച്ചി കണ്ടപ്പോൾ ആകെ ഞെട്ടി. പിന്നെ ചട്ടിക്കെടുത്തിട്ട് കലക്കലെന്നാണ്. പിന്നെ കുറച്ച് സൂപ്പും മറ്റേ എഗ്ഗും ഒക്കെ ഇട്ട് ഇങ്ങനെ പൊതിഞ്ഞ് ചെങ്ങായിക്ക് അങ്ങ് കൊടുത്തു. പ്രസിഡന്റ് അല്ലേ, പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. എന്നിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആളെന്നിട്ട് ഇതാണ് റിയൽ ടേസ്റ്റ് ഓഫ് പാഡ് തായ്. എന്നിട്ട് എന്താ, രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും മഴ വന്നു. മഴ വന്നു, സെയിൽസ് ഡ്രോപ്പ് ആയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്നും മഴയത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ. അതെ, മഴയത്ത് കഴിക്കാൻ പറ്റാത്തതുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ അടുത്തായിട്ട്, അപ്പം എന്ത് ചെയ്തു, കപ്പിള് ഈ ഒരു ഷോപ്പ് റെന്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ആൾക്കാർ വന്നു. കാരണം മഴ പെയ്താലും നമുക്ക് ഉള്ളിൽ നിന്ന് കഴിക്കാൻ പറ്റുമല്ലോ. അതിൻ്റെ ഇടയിൽ എന്താ അയ്യോ സീരിയസ് പ്രോബ്ലം. അത് ഈ ലാൻഡ് ഓണർ വെച്ച് പൈസ വട്ടി പിടിച്ച വട്ടിരാജനാണ് ഒന്ന് ഇവിടുത്തെ. അവരെ ടേക്ക് ഓവർ ചെയ്തു.
did not give up. Sad story, guys. Couples did not give up. പക്ഷെ എന്തുണ്ടായി, കസ്റ്റമേഴ്സ് അവരെ തപ്പി വന്നു. അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ 1933 BC അല്ല AD ചെയ്ത് കഥ കുറച്ച് ரொம்ப പിന്നോട്ട് പോയി, കുറച്ച് മുന്നോട്ട് വരാം. അങ്ങനെ എന്നിട്ട് ഇവര് അത് വലുതാക്കി പാർസലാക്കി. സ്വിഗ്ഗി വന്നു, അല്ല സ്വിഗ്ഗി ഇല്ല, ഗ്രാബ് വന്നു, ബോൾട്ട് വന്നു. അയ്യോ അപ്പോഴേക്കും മറ്റേ അമ്മായിക്ക് ആശുപത്രിയിലായി, പാവട്ട മിസ്സസ് അമ്മായി ആശുപത്രിയിലായി. എന്നിട്ട് മോനോട് പറഞ്ഞു, എന്ത് വന്നാലും ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ വിടാൻ പാടില്ല മോനെ, ഇതാണ് നമ്മുടെ എല്ലാം. അത് ഇതില്ലാണ്ടൊരു ഇതില്ല. കോക്കനട്ട് ഐസ്ക്രീം. ഓക്കെ, കയ്യൂനെ. അതെ, നല്ല രീതിക്ക്. എന്നിട്ട് എനിക്കൊരു ഒപ്പീനിയൻ പറഞ്ഞുതരും, ഒരു ഫുഡ് ബ്ലോഗിനുള്ളത്. നട്ടൂന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നട്ടൂനെ തുടങ്ങാം. അല്ല, അവിടെ കിട്ടി. ഐസ്ക്രീം ഊതി കഴിക്കണം കയ്യിൽ. എന്തേ, എന്താ ഇത്? പക്ഷെ പറഞ്ഞോ നമ്മള് ടെൻഡർ കോക്കനട്ട് വാട്ടർ കുടിച്ചിട്ടില്ലേ, ആ സെയിം വാട്ടറിന്റെ ഐസ്ഡ് വേർഷൻ ആണോ? നീ അതല്ലാണ്ട് വേറൊരു ഒപ്പീനിയൻ പറയും. എന്താ തോന്നുന്നത്? ഓ മൈ ഗോഡ്, അവിടെ ചേച്ചി പറ, എന്താ സംഭവം? യമ്മി. ഒരു രക്ഷയില്ല, ആയിരുന്നു. സോ ഗുഡ്. വന്നപ്പോ ആരുമില്ല, പക്ഷെ ഇപ്പൊ നോക്കൂ ഭയങ്കര തിരക്കല്ലേ. വൺ ഓഫ് ദ പോപ്പുലർ സ്പോട്ട്സ് ഹിയർ. സ്വാദിഷ്ടമായ ഒരു പാഡ് തായ് കഴിച്ചിട്ട് നമ്മളിനി അടുത്തത് പോകുന്നത് ചട്ടുചക് മാർക്കറ്റ്. ഇനി നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ആവാം. നമ്മൾ നമ്മുടെ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടുന്ന് 8 കിലോമീറ്റേഴ്സ് ചട്ടുചക്. ആൻഡ് ദെൻ ഇറ്റ്സ് എ വീക്കെൻഡ് മാർക്കറ്റ്. സാറ്റർഡേ സൺഡേ മാത്രമേ ഓപ്പൺ ഉള്ളൂ. ആൻഡ് അത് 6 മണി വരെ ഉള്ളൂ. സോ നമ്മൾ ആദ്യം ഇനി അങ്ങോട്ട് പോകണം. എന്നിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പം തുടങ്ങല്ലേ? യെസ് ഗൈസ്, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ്. വെൽക്കം ടു ചട്ടുചക് മാർക്കറ്റ്. വീക്കെൻഡ് മാർക്കറ്റ് തുടങ്ങല്ലേ? അങ്ങോട്ട് നമ്മുടെ കമേഴ്ഷ്യലിന്റെ നമ്മുടെ കമേഴ്ഷ്യലിന്റെ ഒരു വലിയ വേർഷനാണ് ഗൈസ് ഇത്. ഇവിടെ കിട്ടാൻ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ്. ഷോർട്സ് എടുക്കുങ്ങ. 150 ബാത്ത്, 100 ബാത്ത്, 150 ബാത്ത്. പിന്നെ ഇൻവാല്യുബിൾ ആയിട്ടുള്ള നട്ടാശയും ഇവിടെയുണ്ട് നമ്മുടെ കൂടെ. ഇപ്പോഴാണ് നമ്മുടെ മുഖത്തൊരു സന്തോഷം വന്നറിയുന്നത്. എന്താ നെറ്റ് അങ്ങനെ കംപ്ലൈന്റ് ചെയ്യും. ഇനി ചെന്നിട്ട് പറ ഐസ് കുറച്ചിട്ട് മാംഗോ കുറവിടാൻ. പക്ഷെ ഞാൻ കുടിക്കാൻ പോവാ ഗൈസ്. നാളെ വ്ളോഗ് ചെയ്യാൻ ശബ്ദം ഉണ്ടാവില്ല. ഊമ വ്ളോഗ്സ് ആയിരിക്കും നാളെ. ഗൈസ് ഷേദേച്ചി തുടങ്ങി ഗൈസ്. ഓ നല്ല രസമുണ്ട് ഗൈസ്. ഹാൻഡ് മെയ്ഡ് ക്ലോത്ത്. സത്യം, ബീച്ച് ബേബി വൈബ്.